നല്ലതായിട്ടുണ്ട്. നമ്മൾ പണ്ട് കാലത്ത് കണ്ടതുപോലെ തന്നെ ഉണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്. നമ്മൾ പടം റിലീസാകുമ്പോൾ ഞാനൊക്കെ ഒരു 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ് നമ്മളൊക്കെയാണ് പോയി കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം അതേ ഒരു ഓർമ്മകളും നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ ഇത് എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട്. പടം ക്വാളിറ്റി കൂടിയല്ലേ? ക്വാളിറ്റി കൂടിയതല്ല, പടം നല്ല ക്ലാരിറ്റി ഉണ്ട്. മ്യൂസിക്കൽ ഇത്തിരി ബാക്ക്ഗ്രൗണ്ട് എല്ലാം മാറ്റിയിട്ടുണ്ടെങ്കിലും പടം നമ്മൾ ഈ യൂട്യൂബിൽ നിന്നെല്ലാം ഡൗൺലോഡ് ചെയ്ത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഇതല്ല, നമ്മൾ വൈഡ് സ്ക്രീനിൽ കാണുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ഇതുണ്ടാവും. ഒരു ക്വാളിറ്റി എടുത്തിട്ടുണ്ട്. അടുത്തും ചെയ്യുന്ന പടങ്ങൾ ഇടുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും വന്ന് കാണാം. സൂപ്പർ. നേരത്തെ പറഞ്ഞ ഡയലോഗ് ഒന്നുകൂടെ പയ്യൻ, നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അയ്യോ എക്സ്പീരിയൻസാ. ഫസ്റ്റൊക്കെ നല്ല ആൾക്കാർ ജോലിയും കുലിയും ഇല്ലാത്തവർ ഇങ്ങനെ കറങ്ങി വരണല്ലേ. പക്ഷെ ഫസ്റ്റ് ഷോയ്ക്ക് ഇനി ഇഷ്ടംപോലെ ഉണ്ടല്ലേ. അതെ, കൊള്ളാം, നല്ല സൂപ്പറായിട്ടുണ്ട് പടം. ശരി, ഓക്കെ, താങ്ക് യു. കൊള്ളാം, നല്ല രസത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 43 വർഷം കണ്ടതല്ലേ, ഞാൻ കുറേ ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. ക്വാളിറ്റി ഉണ്ട്. സ്ക്രീനിന് മാത്രം ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. പടം പിന്നെ ജയൻ്റെ പടമല്ലേ. സൂപ്പർ കേട്ടാ. ഇതുപോലെ ഇനിയും പടങ്ങൾ ഇറക്കണം, അവൻ്റെ പടങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു സിനിമ വീണ്ടും കണ്ടപ്പോൾ? ഇത് 5ാമത്തെ പ്രാവശ്യമായി സിനിമ കാണുന്നത്. ഞാൻ ജയൻ ചേട്ടൻ്റെ ഒരു ആരാധകനാണ്. വീണ്ടും കാണണമെന്ന് തോന്നി വന്നു. ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു? ക്വാളിറ്റി കൊള്ളാം, നല്ല ക്വാളിറ്റി. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. നന്നായിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ നോക്കണം. ജയൻ്റെ ഒരു കാലഘട്ടം, ഇങ്ങനെ ഒരു ഹീറോ നമ്മൾ കണ്ടിട്ടില്ല ആ കാലം. ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിഞ്ഞുകൂടാ. അവർ ചിലപ്പോൾ തമാശയായിട്ടൊക്കെ തോന്നാം. എന്നിരുന്നാലും ജയൻ ഇങ്ങനെ നിന്നിരുന്നെങ്കിൽ അന്ന് മരിക്കാതെ ഈ മമ്മൂട്ടി മോഹൻലാൽ പോലും ചിലപ്പോൾ അവർക്കൊരു തുടക്കം ഇങ്ങനെ കിട്ടാൻ സാധ്യത കുറവായിരുന്നു. പ്രേം നസീറാണെങ്കിലും നിറഞ്ഞു നിന്ന കാലഘട്ടം. അത് കഴിഞ്ഞ് ജയൻ്റെ ഒരു ജയൻ മാത്രമായി വരെയായിരുന്നു സിനിമകൾ. മറ്റെല്ലാ സിനിമകളിലും നസീർ ആണല്ലോ പ്രധാനം. ജയൻ മാത്രമായിട്ട് വന്ന ഒരു കാലഘട്ടം വന്നു തുടങ്ങിയല്ലേ. എന്നാൽ വെറും 2 വർഷമല്ലേ എന്നാൽ സൂപ്പർ സ്റ്റാറായിട്ട് മാറിയത്. അപ്പോൾ 2 കൊല്ലം കൊണ്ട് ഇത്രയും ഒരു താരപരിവേഷം നേടിയെടുക്കാനും ഈ 2025 പോലും നമ്മൾ ജയനെ ഓർക്കുകയും അതെ പിന്നെ ജയൻ്റെ ഒരു സിനിമ ഇങ്ങനെ വരികയും ചെയ്യുന്നത് തിയേറ്ററിൽ തന്നെ കാണണം കേട്ടോ. അത് പലവട്ടം കണ്ടിട്ടുണ്ട്. അന്ന് എൻ്റെ കുട്ടിക്കാലത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതെനിക്ക് ശരിക്കും ഓർമ്മയില്ല. പണ്ട് പിന്നെ അല്ലാതെ രണ്ടാമത് പലവട്ടം സിനിമകൾ വരുമല്ലോ, അങ്ങനെ തിയേറ്ററിൽ നിന്ന് 2-3 തവണ പിന്നീട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും വരണമെന്ന് പറഞ്ഞപ്പം ഇനിയും ജയൻ്റെ പടങ്ങൾ വരട്ടെ, കാണാം. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ട്. ഈ ശരീരം ഇത്രയും നല്ലൊരു ആരോഗ്യമായ ബോഡി, ഒരു ശരീരം നടൻ നമ്മൾ പിന്നീടല്ലേ ഇപ്പോൾ ഉള്ള നടന്മാരെല്ലാം ജിംനേഷ്യവും മറ്റൊക്കെ അല്ലേ ആദ്യമായിട്ടൊരു ശരീരം പ്രദർശനം നടത്തുന്നതും. ഈ റോളിൽ നമുക്ക് നസീറിനെ സങ്കല്പിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നസീർ മോശം എന്നല്ല പറയണത്. ജയൻ ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും കാണാൻ വന്നത്. സൂപ്പർ നന്നായിരിക്കും. നല്ല സൗണ്ടും ക്വാളിറ്റിയും ഒക്കെ നന്നായിട്ടുണ്ട്. ഇത് പണ്ട് കണ്ടു വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോൾ എന്ത് തോന്നിയത്? കൊള്ളാം, നന്നായിരിക്കുന്നു. പണ്ടത്തെ കാലം നല്ലൊരു എഫക്റ്റ് ഒക്കെ ഉണ്ട്. പണ്ടൊക്കെ തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടുണ്ടോ? അല്ല, ഞങ്ങൾ കണ്ടിട്ടുണ്ട്, മുമ്പും കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും ഒക്കെ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ കൊണ്ട് നന്നായിട്ടുണ്ട്. വീണ്ടും കണ്ടപ്പോൾ പിന്നെ പണ്ട് കണ്ടതല്ലേ, അപ്പോൾ പിന്നെ കണ്ടപ്പോൾ വീണ്ടും ഒരു പുതുമ തോന്നി. പിന്നെ പഴയ ക്ലാരിറ്റി ഉണ്ട്, ആ വെട്ടലും അങ്ങനെയൊന്നുമില്ല. ഇല്ല. കുതിരയുടെ സീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് ആ മസിൽ പിടിക്കുന്ന സംഭവം അടിപൊളി പടമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ജയേട്ടൻ്റെ ഒരു സിനിമ കാണുന്നത്. എന്തായാലും സൂപ്പർ പടമാണ്, എല്ലാവരും വന്ന് കാണണം. എൻ്റെ പടം ഇവിടെ ഉണ്ടെങ്കിലും പോയി കാണാം. ക്വാളിറ്റി കുഴപ്പമില്ല, കൊള്ളാം, നല്ല ക്വാളിറ്റി. എടാ, മുമ്പ് തിയേറ്ററിൽ കണ്ടിട്ടുള്ളതാണോ? കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇത് തിയേറ്ററിൽ വീണ്ടും കണ്ടപ്പോൾ? അല്ല, തിയേറ്ററിൽ കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് ജയൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ പോയി ഒന്ന് കണ്ടത്. അടിപൊളിയായിരിക്കും, സൂപ്പറായിരിക്കും. എങ്ങനെയുണ്ട് വീണ്ടും ഇത്? പണ്ട് തിയേറ്റർ കണ്ടാണോ? ഇപ്പൊ കണ്ടപ്പോൾ എന്ത് വ്യത്യാസം തോന്നി? ക്ലാരിറ്റിയൊക്കെ ഒരുപാട് വ്യത്യാസം, ഒരുപാട് മാറ്റം. എങ്ങനെയുണ്ട് ആ കുതിരയുടെ സീൻ? എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം നന്നായിരിക്കില്ലേ? അടിപൊളി. കാരണം പുതിയ ടിക്കറ്റിൽ പോയാലും അടിപൊളിയായി. 47 വർഷം അല്ലേ? 47 വർഷം ഇനി ഒരു കേരള സിനിമയിലുള്ള ഒരു നടന്മാർക്ക് ഇതുപോലെ അവസരം കിട്ടില്ല. അതാണ്. ഇത് 40-49 വയസ്സായി എനിക്ക് ആദ്യമായിട്ടാണ് ഈ പടം കാണുന്നത്. നല്ല ഭംഗിയായിരിക്കും, കൊള്ളാം. ഇനി ഇതുപോലെ ഇറക്കണമെന്നെ പടം. കാരണം അറിയാമോ, പണ്ട് ചേട്ടൻ്റെ കൂടെയൊക്കെ സൈക്കിളിൽ പോയി തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടുപോയി ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്ത് കേട്ടോ. ഇത്ര നല്ല ക്വാളിറ്റി ആയിട്ട് ഇനി അവൻ്റെ സിനിമകൾ ഒരുപാടുണ്ട്. ഇറക്കിയതേക്ക് കാണും, ഇതുപോലൊക്കെ വന്ന് കാണും ഞാൻ. എങ്ങനെയുണ്ട് ചേട്ടാ വീണ്ടും? നന്നായിട്ടുണ്ട്. മുമ്പ് കണ്ടിട്ടുള്ളതല്ലേ? ഇല്ല, മുമ്പ് ടി വിയിലെ കണ്ടുണ്ട്. അല്ലാതെ എന്താ പറയുക, കുഴപ്പമില്ല. പിന്നെ ജയനെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പണ്ട് തിയേറ്ററിൽ കണ്ടിട്ടുള്ളത് തന്നെ? ഇല്ല, കണ്ടിട്ടില്ല. എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടപ്പോൾ? ജയനെയൊക്കെ വീണ്ടും കണ്ടപ്പോൾ? കൊള്ളാം, നന്നായിരിക്കും.